ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന എടപ്പള്ളി തിരുനാൾ കാണാനാട്ടാ. ഇവിടെ കൊച്ചിയിലുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതാണ് പള്ളിയുടെ പിക്ചർ അടിപൊളിയായില്ലേ. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓരോ മരങ്ങളും ലൈറ്റൊക്കെ വെച്ച് ഗേറ്റിൻ്റെ ഭാഗവും മതിലിൻ്റെ ഭാഗം സൈഡിൽ കൂടെ നടക്കാനുള്ള വഴി അതൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഓരോ മരത്തുമ്പോൾ ഇങ്ങനെ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇടയിൽ ഗ്രീൻ കളറിൻ്റെ ലൈറ്റും ഉണ്ട്. നമുക്കിതിലേ പതുക്കെ പോയിട്ട് ആ പള്ളിയിലൊന്ന് കയറണം. പള്ളിയുടെ ഭാഗം ഒന്ന് വലിയ പള്ളിയാണ്. അതിൻ്റെ പോകുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കംപ്ലീറ്റ് കാണാം. ഇതിലേ അങ്ങോട്ട് പോയിട്ട് പള്ളിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രസമാണ്. അതിലുമൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് കുഞ്ഞു ചെടികളുമൊക്കെ ലൈറ്റ് ഇങ്ങനെ വെച്ച് അടിപൊളി. ഇതാണ് ഇവിടെ നിന്ന് നോക്കുന്ന ലുക്ക് പള്ളിയുടെ. പല ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ എന്ത് രസമാണ് നോക്കി. അതുപോലെ തന്നെ എല്ലാ വർക്കുകളും ഇപ്പോൾ ഗേറ്റിൻ്റെ ഇതായാലും അതിൻ്റെ ഉള്ളിലെ ടൈലും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയിലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം ശരിയാക്കി തരാം. അത് നമ്മളിങ്ങനെ പള്ളിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഈ വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാം. പകല് പോലെ വെളിച്ചുണ്ട്. അത്രയും ലൈറ്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പകല് എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ ഫീൽ ചെയ്യണം. രാത്രിയുടെ ഒരു ഇത് തോന്നുന്നില്ല. അത്രയും ലൈറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. പള്ളിയുമുള്ള ലൈറ്റ് കണ്ടോ, റെയിൻബോ കളർ പോലെ കുറേ കളേഴ്സ് ഉണ്ട്. പിങ്ക്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, റെഡ്, ഓറഞ്ച്, അങ്ങനെ പല കളേഴ്സും മാറി മാറി വരുന്നത്. ഇത്രയും ഭംഗി തോന്നിക്കുന്നത് ആ പള്ളിയുടെ ഡിസൈൻ കൊണ്ടാണ്. ഇത്രയും ഭംഗി തോന്നിക്കുന്നത് കണ്ടോ. ഇവിടെ കംപ്ലീറ്റ് ടൈലൊക്കെ ഒട്ടിച്ച് ഇടയിൽ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രയും കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ്. ഇതാണ് പള്ളിയുടെ അടുത്തു നിന്നുള്ളൊരു ലുക്ക്. അപ്പം നമുക്ക് പള്ളിയുടെ ഉള്ളിലോട്ട് എങ്ങനെയുണ്ട് നോക്കിയാട്ടോ. നമ്മളെ ആൾക്കാരെയും എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഓരോ തൂണുകൾ നോക്കി എന്ത് രസമല്ലേ. ഡിസൈൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. നമുക്കുള്ളിലേക്ക് കയറാട്ടോ. വണ്ടിയുടെ ആർച്ച തോന്നുന്നുണ്ടല്ലോ. ഇതേ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട പുറത്തുനിന്ന് നമ്മളൊരു ഉണ്ട പോലെ കണ്ടില്ലേ, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഡിസൈൻ അതെ. മാലാഖനൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അതിനൊപ്പത്തിന് പറ്റിയ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ കിടു എല്ലാവരും ചുമരുണ്ട് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കും. ചെയ്യുന്നതിലും എല്ലാം പ്രിൻ്റായിട്ട് ചെയ്തിരിക്കുന്നു. പെയിൻറ്റിൻ്റെ കളറും അടിപൊളി. പിന്നെ നമുക്ക് പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കയറിയിട്ടുള്ള വ്യൂ നോക്കാം. അൾത്താര, ഇതാണ് അൾത്താര. ഇപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ആണ്. പക്ഷേ നമ്മളെ പഴയ വീടുകളുടെ കൊട്ടാരങ്ങളുടെ ഒക്കെ ഒരു ഉള്ളിലുള്ള ഒരു ലുക്കുണ്ടല്ലോ, ആ ലുക്കിലാണിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി മരം കൊണ്ടുള്ള
കൊത്തുപണികൾ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, മരം കൊണ്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസൈനുകളൊക്കെ ഇതാക്കിയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു നേർച്ചയാണ്. ഈ തിരുനാൾ കുറേ ദിവസങ്ങളുണ്ട്. ഈ തിരുനാളിവിടെ അത് നേർച്ച, നാടൻ കോഴി നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നേർച്ചയാക്കും. അത് അവിടെ കൊണ്ടുപോയി അവിടെ പാചകം ചെയ്ത് അവിടെ കഴിക്കാന്നുള്ളതാണ് അവിടുത്തെ നേർച്ച എന്നാണ് കേട്ടിരിക്കുന്നത്. ഇതിന് സെയിമായിട്ട് ഓർമ്മ പറഞ്ഞ ആറ്റുകൾ പൊങ്കാല, സ്ത്രീകൾ കലം അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നു, കല്ല് വരെയും വാങ്ങാൻ കിട്ടുന്നു. അതിൽ സാധനങ്ങളിട്ട് വേവിച്ച് അതവിടെ നിന്ന് കഴിച്ച് ബാക്കി കൊണ്ടുപോരുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട്. സെയിം ഇത് കേൾക്കുമ്പോൾ അതുപോലെയാണ് തോന്നുന്നത്. ഇതെല്ലാം റെഡിയാക്കാനുള്ള ഈ ചിക്കൻ റെഡിയാക്കാനുള്ള എല്ലാ അടപ്പുകളും എല്ലാം അവിടെ വാടകയ്ക്ക് കിട്ടും. അതേപോലത്തെ അതിനുള്ള മസാലകളും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അതിനുള്ള സ്റ്റോളുകൾ ചെറുതായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ബിസിനസ്സുകാരും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഈ പള്ളി അറിയുന്നവരൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് ഇനി വരുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ജോയിൻ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.